ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം എങ്ങനെ നമുക്ക് ചാണകത്തിന് പകരമായിട്ട് ഒരു വളം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ്. അതായത് പലർക്കും ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന ചാണകം എന്നത് ഗുണമേന്മ തീരെ കുറഞ്ഞാണ്. അതായത് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാത്തതാണ്, വെയിലത്ത് ചാണകം ഇട്ട് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ നൈട്രജൻ്റെ കണ്ടൻറ്റ് പരമാവധി നഷ്ടപ്പെടുകയാണ്. ഈ നമുക്ക് കിട്ടുന്ന ചാണകപ്പൊടി, അതായത് വിപണിയിൽ ലഭിക്കുന്ന ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെയിലത്തിട്ട് ഉണക്കി അങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ കിട്ടുന്നത്. അല്ലാതെ പെട്ടെന്ന് ചാണകവും അതായത് തണലത്തിട്ട് ഉണക്കിയൊന്നും നമുക്ക് കിട്ടത്തില്ല, ലഭ്യമല്ല. അത് വിപണിയിൽ അങ്ങനത്തെ ചാണകങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ പച്ച ചാണകം കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് എവിടെയെങ്കിലും തണലത്തിട്ട് ഉണക്കി എടുക്കാവുന്നതാണ്. നമുക്ക് അതില്ലെങ്കിൽ ഇപ്പോൾ ചാണകത്തിനെക്കാട്ടിലും ഏറ്റവും ഉചിതം, അതായത് പലർക്കും ലഭ്യമല്ല, പച്ച ചാണകം ലഭ്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കളകളിൽ നിന്ന് എങ്ങനെ നല്ല രീതിയിൽ ചാണകത്തിനെ സമം നിൽക്കുന്ന നൈട്രജൻ വളം എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനലിനകത്ത് ഇതിനെപ്പറ്റി ഉള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കയറി കാണുക. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പച്ച പുല്ല്, അതായത് കള എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ എന്ത് ചെത്തുന്നതും പച്ചയായിട്ടുള്ളത് നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ആദ്യമേ വേണ്ടുന്ന ഒരു ചാക്കാണ് വേണ്ടുന്നത്. ഇനി ചാക്കില്ലാതെ എവിടെ വേണേലും കൂട്ടിയിട്ട് ഇത് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് WDC. ഈ WDC എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിടാവുന്നതാണ്. WDC അത് നമ്മുടെ ജൈവ വളം ഉണ്ടാക്കുന്നതിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് വളം ഉണ്ടാക്കാൻ ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് WDC ഉപയോഗിച്ചാണ്. ഇപ്പോഴത്തെ WDC എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡീകമ്പോസർ എന്ന് അറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. അതാണ് നമ്മുടെ പിന്നെ പശുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് അതിൻ്റെ ചാണകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിരിക്കുന്ന ബാക്ടീരിയയാണ് ഈ WDC. അത് യു പിയിലെയാണ്, അതായത് ഉത്തർപ്രദേശിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിർമ്മിച്ചത് WDC എന്നത്. അത് നമുക്കെല്ലാം ഓൺലൈനായിട്ടൊക്കെ സുലഭമാണ്, അത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ആ WDC വെച്ചിട്ട് എങ്ങനെയാണ് WDC നിർമ്മാണം, അതിനെപ്പറ്റി ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കള ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചാക്ക് എടുത്തതിന് ശേഷം ഒരു ശകലം മണ്ണ് ഏറ്റവും അടിയിലേക്ക് ഇടുക. ശകലം മണ്ണ് ഏറ്റവും അടിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു നിര ശകലം മണ്ണ് ഇടുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ WDC ഈ കള ഇട്ടതിന് മുകളിലേക്ക് WDC ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തൂടെ ഒരുപാട് ചോർന്നു പോകും. അപ്പോൾ ശകലം മണ്ണ് അതിൻ്റെ അടിയിൽ ഇടുകയാണെങ്കിൽ ഈ WDC ഒഴിക്കുന്നത് ഈ കളകൾക്കൂടെ അടിയിൽ കൂടെ ചോർന്നു പോകാതെ ആ മണ്ണ് ശേഖരിക്കുകയും നമുക്ക് വളമായതിനു ശേഷം ആ മണ്ണ് ഉൾപ്പെടെ നമുക്ക് നമുക്ക് വിളകൾ നടാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ശകലം ഒച്ച അതിനകത്തേക്ക് വെച്ചു. അതിനകത്ത് നമ്മൾ പറിക്കുന്ന എന്ത് കളയും, പച്ചയായിട്ടുള്ള എന്തും, പച്ചയെന്നല്ല, ഒരു 1-2 ദിവസം ഉണങ്ങിയാലും കുഴപ്പമില്ല. അങ്ങനെ എടുക്കുന്ന എന്ത് കളകളും ഇതേപോലെ ചാക്കിനകത്തേക്ക് ആക്കാം. കൂട്ടിയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പഴയ ചാക്കോ ഏതെങ്കിലും ചാക്കോ എടുത്ത് അങ്ങനെ ചെയ്യാം. അതിലേക്ക് ഇത് നേർപ്പിച്ചതല്ല, ഇത് WDC ഉണ്ടാക്കിയതിൻ്റെ ആ കാട രൂപത്തിൽ തന്നെ ഉള്ളതാണ്. അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഈ WDC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശകലം ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ താഴോട്ട് പോകുന്നത് ആ മണ്ണിൽ അവിടെ തന്നെ നിന്നോളും. അപ്പം നമുക്കിത് എവിടെ വേണേലും പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു 3-4 ലെയറായിട്ട് തന്നെ ഇതിലേക്ക് ഇത് മടക്കി വെക്കണം. കണ്ടോ, ഇത് ഉണങ്ങിയതൊന്നും അതിനകത്ത് വിഷയമല്ല. നമുക്ക് പച്ചയാണ് കൂടുതൽ അഭികാമ്യം. കാരണം നൈട്രജൻ ഏറ്റവും കൂടുതലുള്ളത് പച്ചയായിട്ടുള്ളതിനകത്താണ്. അപ്പം നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് വേണ്ടുന്നത്, അതായത് ചീരയ്ക്കൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല വിളവായിരിക്കും കിട്ടുന്നത്. ചാണകത്തിനെക്കാട്ടിലും നല്ല രീതിയിൽ വിളവുണ്ടാവും. പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിട്ടതിന് ശേഷം പെട്ടെന്നങ്ങ് എടുത്ത് വിളകൾക്ക് ഇട്ട് കൊടുക്കല്. ഇത് അഴുകി തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ ഇതെടുത്തില്ല. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇത് മാറ്റി വയ്ക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെയും ഈ WDC ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ WDC ഒഴിക്കുമ്പോൾ തണലത്തെ വയ്ക്കാവും. വെയിലത്തൊരു കാരണവശാലും ഈ ചാക്ക് കൊണ്ട് വയ്ക്കല്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രക്രിയ, അതായത് ഇത് അഴുകുന്ന പ്രക്രിയ കുറച്ച് താമസം എടുക്കും, ബാക്ടീരിയ ആയതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒരു മണ്ട വരെ നിറയ്ക്കുക. മണ്ട വരെ നിറച്ചതിന് ശേഷം മണ്ടയ്ക്ക് ഇതേപോലെ ഫൈനലായിട്ട് ഒഴിച്ചതിന് ശേഷം ഈ ചാക്ക് ചെറുതായിട്ട് വേണേൽ കെട്ടാം. മഴ പെയ്യുന്നിടത്തോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കല്. ഇത് വേനൽക്കാലം ആണെന്നും വേനൽ മഴ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
വെയിലടിക്കാത്തടത്തും മഴ പിന്നെ കൊള്ളാത്തടത്തും ഇതിനെ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിഘടനം വേഗത്തിലാവുകയും അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഒരു വളം നമുക്ക് ഇതിലൂടെ ലഭ്യമാകും. അപ്പോൾ നമുക്ക് പിന്നെ ചാണകം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചാണകം കിട്ടുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇനി WDC കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി, ഇപ്പം പച്ചച്ചാണകം ഒരുപാട് കൂട്ടിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു. ഇനി പച്ചച്ചാണകം കിട്ടാത്തവർക്കാണെങ്കിൽ തൈര്, നമ്മുടെ ഈ തൈരുണ്ടല്ലോ, അപ്പോൾ തൈരാണെങ്കിലും അതേപോലെ തന്നെ ചെറുതായിട്ട് കലക്കി വെച്ച് ഒരു 2 ദിവസം പുളിപ്പിക്കാൻ വെക്കുക. തൈര് 2 ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം അതും എടുത്ത് ഒഴിക്കുക. ഇനി ഏറ്റവും നല്ലത് WDC കിട്ടുവാണെങ്കിൽ WDC തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം അതിനേക്കാട്ടിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ ഇവ എല്ലാം വിഘടിച്ച് മാറാൻ സാധിക്കുന്നത് WDC ആണ്. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെ മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഒരു ഏകദേശം ഒരു 10-30 ദിവസം വരെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ ഏകദേശം ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വളമായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഇവ ഇടുന്നതനുസരിച്ച് നമുക്ക് മുകളിലായിട്ട് ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഈ ചാക്ക് നന്നായിട്ട് കെട്ടിയതിന് ശേഷം ഇതിനെ 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വിടുമ്പോഴത്തേക്ക് അത് അങ്ങനെ പിന്നെയും പൊടിഞ്ഞ് അങ്ങനെ തന്നെ ഇത് നല്ല രീതിയിലുള്ള വളമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നൈട്രജൻ നമുക്ക് വെറുതെ, അതായത് കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിലെ വിളകൾക്ക് നല്ല രീതിയിലുള്ള നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.